ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു ചിക്കൻ റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോൾ എങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് ബീവീസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസിന് അപ്ഡേഷൻ കിട്ടുകയുള്ളൂ. ഇപ്പോൾ ചിക്കൻ റോളാണല്ലോ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ചിക്കൻ തന്നെയാണ്. എല്ലില്ലാത്ത ഒരു 2 പീസ് വലിയ പീസ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എല്ലില്ലാത്ത പീസ് എടുക്കുന്നതാണ് നല്ലത്. അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റണം. പരമാവധി ചെറിയ കഷ്ണങ്ങളാക്കുന്നതാണ് നല്ലത്. എന്നിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അടുത്തത് ആവശ്യത്തിനുള്ള ഉപ്പ്. ഈ ചിക്കൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായി കുഴച്ചെടുക്കുക. 10 മിനിറ്റ് അവിടെ വെക്കുക. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ആൻഡ് ഇഞ്ചി. 2 വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി മാറ്റുക. ഇഞ്ചി ചതച്ചെടുക്കുക. പച്ചമുളക് ചെറുതായി അരിയുക. എന്നിട്ട് ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ട് അതിലല്പം സൺഫ്ലവർ ഓയിൽ, നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങൾ യൂസ് ചെയ്യുന്ന കുക്കിങ്ങിന് യൂസ് ചെയ്യുന്ന ഓയിൽ അല്പമായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ചിക്കൻ്റെ പീസ് ഇതിലേക്കിട്ട് നന്നായൊന്ന് വറുത്തെടുക്കുക. ചിക്കൻ വേണമെങ്കിൽ ഇങ്ങനെ എണ്ണയിൽ വറുക്കാതെ നമുക്ക് വേണമെങ്കിൽ വേവിച്ചിട്ടും എടുക്കാവുന്നതാണ്. അപ്പം ഇങ്ങനെ ആകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് കിട്ടും. അപ്പം അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ വെറും ഉപ്പും മുളകും മഞ്ഞളും ചേർത്ത് വേവിച്ചെടുത്താലും മതി. ഇനി മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂണ് കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക. 2 സ്പൂണ് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കുക. സിമ്മിലിട്ടിട്ട് ചേർക്കുന്നതാണ് നല്ലത്. പാകം ചെയ്യുമ്പോൾ ഏറ്റവും ചെറിയ ചൂടിൽ പാകം ചെയ്യുന്നതാണ് നല്ലത്. എങ്കിൽ മാത്രമേ ഉള്ളിയൊക്കെ നന്നായി വെന്ത് വരികയുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന്, ഈ ഉള്ളിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. ചിക്കന് നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഈ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി വഴറ്റുക. ഏകദേശം ഒന്ന് വഴന്ന് വരുമ്പം അതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങൾ കൂടി ഇട്ട് കൊടുക്കുക. ഉള്ളി ഒരു ഏകദേശം ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല ടേസ്റ്റിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഏത് മസാലയാണുള്ളത് അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. ഇപ്പോൾ ഉള്ളി നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ റോളിനുള്ള ദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഒരു 4 സ്പൂണ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. വേണമെങ്കിൽ ഒരല്പം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം, പക്ഷെ മൈദയാണ് നല്ലത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു മുട്ട ഉടച്ച് ചേർക്കുക. എന്നിട്ട് ഇത് മൂന്നും നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് വെള്ളം ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. ദോശയുടെ പാകത്തിനുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അപ്പോൾ അത്രയും വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പാകം ആവുന്നത് വരെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ബ്രെഡ് പൊടിച്ചതാണ്. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ബ്രെഡ് ചെറിയ പീസസ് ആക്കി മാറ്റി ഇതേപോലെയുള്ള ചെറിയ മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ട് നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ചെറിയ ചെറിയ പൊടികളായിട്ട് നമുക്ക് കിട്ടും. റസ്ക് വെച്ച് നമുക്കിത് ചെയ്യാവുന്നതാണ്. ഏതായാലും മതി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി ഒരു പാനിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഈ ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ദോശ നേരത്തെ തയ്യാറാക്കിയ മാവ് വെച്ച് ഏറ്റവും നേർത്ത രീതിയിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ദോശ ചുട്ടെടുക്കുക. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് വെന്ത് വരുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് വെന്ത് വരുമ്പോൾ ഇതിനെ എടുക്കുക.
നോൺ സ്റ്റിക്ക് ചെയ്യുന്നതാണ് നല്ലത്, എങ്കിലേ എളുപ്പം ഇങ്ങനെ കിട്ടുള്ളൂ. ഓക്കെ, ഇനി അതിനെ ഒരു ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ദോശയിൽ മസാല വെച്ച് അതിൻ്റെ 2 സൈഡും ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് താഴേന്ന് മുകളിലേക്ക് റോൾ ചെയ്ത് കൊടുക്കുക. ഗോതമ്പ് പൊടി ഉപയോഗിക്കുമ്പോൾ ഈ സമയമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മൈദപ്പൊടി തന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പീസ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അടുത്തതും ചെയ്തെടുക്കുക. ഇത് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ ദോശ ചുട്ടെടുക്കുന്നതാണ് നല്ലത്. റോൾ ചെയ്യുന്ന ടൈം കൊണ്ട് ദോശ വെന്ത് കിട്ടും. അങ്ങനെ നമുക്ക് വേഗം ചെയ്തെടുക്കാം. 2 സൈഡും ഇതേപോലെ മടക്കി അടിയിൽ നിന്ന് റോൾ ചെയ്ത് കൊടുക്കാം. അങ്ങനെ എല്ലാ ദോശയും അതേപോലെ ചെയ്തെടുക്കണം. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. ഒരു പാത്രത്തിൽ മുട്ട ഉടച്ച് ചേർക്കുക. അപ്പോൾ ഇത്രയും ചിക്കൻ റോളിന് ഒരു മുട്ട മതി. ഞാൻ 2 മുട്ട ചേർക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ഒരു മുട്ടയുടെ അത്രയും ബാക്കിയായിരുന്നു. അപ്പോൾ ഒരു മുട്ട മാത്രമേ ആവശ്യമുള്ളൂ. ഇത് ഉപ്പ് ചേർക്കുക. ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, ഇനി നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് എടുക്കുക. എന്നിട്ട് ഈ ഓരോ പീസും മുട്ടയിൽ നന്നായൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡിലൊന്ന് റോൾ ചെയ്തെടുക്കുക. ബ്രെഡ് കൊണ്ട് ഈ മുട്ടയുടെ മുകളിൽ മൊത്തം കവർ ചെയ്യുന്ന രീതിയിലാക്കിയിട്ടാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഓരോ പീസും ചെയ്തെടുക്കണം. ചെറിയ രീതിയിൽ പൊട്ടിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ ഒരു ബ്രെഡ് പൊതിയുന്നതോടുകൂടി അത് കവറായി കിട്ടും. ഇതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒരല്പം ചേർത്ത് കൊടുത്താൽ മതി. ദോശ ആയതുകൊണ്ട് ഇത് എണ്ണയൊന്നും അധികം കുടിക്കില്ല. ബ്രെഡ് യൂസ് ചെയ്തിട്ടും നമുക്ക് ചിക്കൻ റോൾ തയ്യാറാക്കാം. അപ്പോൾ അത് കുറച്ച് എണ്ണയൊക്കെ കുടിക്കും. ഇതിപ്പോൾ ദോശ ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും വരാനില്ല. ഒരല്പം എണ്ണ മാത്രം മതി. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. കുറച്ചൊന്ന് കഴിയുമ്പോൾ അത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാ സൈഡും മുരിഞ്ഞു വരുന്നത് വരെ ഇതേപോലെ ചെയ്ത് കൊടുക്കണം. എല്ലാ റോളും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക.